നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും ജൂൺ 12 ഉച്ചതിരിഞ്ഞ് 1:38 ടേക്ക് ഓഫ് ചെയ്ത വിമാനത്തിന് എന്താണ് സംഭവിച്ചത്? എയർ ഇന്ത്യ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടുകിട്ടി ഇൻഫർമേഷൻസ് കൃത്യമായി ശേഖരിച്ചു വരുന്നതേയുള്ളൂ. 241 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. മാത്രമല്ല, മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ സംഭവിച്ചത് അവിടെയും വലിയ തോതിലുള്ള ദുരന്തമാണ് സംഭവിച്ചത്. 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ അവിടെ മരണപ്പെട്ടിരിക്കുന്നു. നിരവധി പേരുടെ അവസ്ഥ ഗുരുതര നിലയിലാണ്. വാസ്തവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെടുകയാണ്. വിമാനത്തിനുള്ളിലെ AC പല ഭാഗങ്ങളിലും തകരാറിലായതുമായി ബന്ധപ്പെട്ട കാര്യവും, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കപ്പെട്ടില്ല, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. ഇതിനകത്തെ പൈലറ്റ് എന്നത് അദ്ദേഹത്തിന് 8200 മണിക്കൂർ പരിചയമുള്ള, അതായത് വിമാനം പറത്തി പരിചയമുള്ള ഒരു വ്യക്തിയാണ്. കോ പൈലറ്റ് 1200 മണിക്കൂറിലധികം വിമാനം പറത്തി പരിചയമുള്ളൊരു വ്യക്തി. അതായത് കൃത്യമായി മെയ്ഡേ സന്ദേശം പൈലറ്റിന്, സാധാരണ മെയ്ഡേ എന്ന ഫ്രഞ്ച് ടേം ഉപയോഗിക്കുന്നത് അപായ സൂചനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് കൃത്യമായി എത്തപ്പെട്ടിട്ടില്ല, ആ സന്ദേശം കൈമാറപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സാങ്കേതിക തകരാറാണോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അട്ടിമറിയാണോ ഇതിന് പിന്നിൽ എന്ന സംശയവും ഉണ്ട്. നിരവധിയായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ കടന്നാക്രമണം, അധിനിവേശ സ്വഭാവ രീതികൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം 2 കപ്പൽ ദുരന്തങ്ങൾ, അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച രീതിയിൽ ഒരു മദർഷിപ്പ് കണ്ടെയ്നർ വിഴിഞ്ഞം തുറമുഖത്ത് അത് യാഥാർത്ഥ്യമാകുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അവരോടൊപ്പം കിടപിടിക്കുന്ന, അല്ലെങ്കിൽ അവരെക്കാൾ അവരുടെയൊക്കെ തുറമുഖങ്ങളെ കടത്തിവെട്ടുന്ന സാങ്കേതിക സംവിധാനം ഉള്ള ഒരു സംവിധാന മികവോടുകൂടിയാണ് വിഴിഞ്ഞം തുറമുഖം നിൽക്കുന്നത്. ഇവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യയുടെ നോട്ടിക്കൽ മൈലിനകത്ത് നിന്നുകൊണ്ട് 2 കപ്പൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. അതിലെ കണ്ടെയ്നറുകൾ കത്തി നശിക്കുന്നു. വലിയ മാലിന്യങ്ങൾ തള്ളപ്പെടുന്നു, ഇന്ത്യയുടെ സമുദ്ര തീരത്തേക്ക് തള്ളപ്പെടുന്നു. ഇതൊക്കെ വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. ഈ കപ്പലുകൾക്കൊക്കെ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങൾക്ക് അവരുടെ നഷ്ടപരിഹാര തുക കിട്ടും. മറിച്ച് ഇന്ത്യൻ സമുദ്രമേഖലയിൽ വലിയ രീതിയിലുള്ള മാലിന്യ കൂമ്പാരമടിയും. ഇതുവഴി മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തട്ടുകേടുണ്ടാകുന്നു. ഫിഷറീസിന് വലിയ രീതിയിൽ ആ വകുപ്പിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഒന്ന് ആലോചിക്കണം. അതുപോലെ തന്നെ എയർ ഇന്ത്യ വിമാനത്തെക്കുറിച്ച് മോശ അഭിപ്രായം കൊടുക്കുന്ന രീതിയിലുള്ള ചില നിഗൂഢ സ്വഭാവങ്ങൾ പലരും ചെയ്യുന്നു എന്ന് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൂടെ കുറച്ചു നാൾ മുമ്പ് ഒരു സന്ദേശം അയച്ചത് ഏറെ പ്രസിദ്ധമാണ്. അത് ഇങ്ങനെ പറയുന്നതാണ്: ചിക്കാഗോയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം, എയർ ഇന്ത്യയുടെ ഒരു വിമാനം, അതിനകത്തെ ടോയ്ലറ്റുകൾ വൃത്തിഹീനമായതുകൊണ്ട് തിരിച്ച് അവിടേക്ക് തന്നെ ഇറക്കേണ്ടി വന്നു. അതിനെക്കുറിച്ച് നെഗറ്റീവ് കമൻസുകൾ വരുന്നു. ഇത്തരത്തിൽ ഇന്ത്യയെ താറടിക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യയെ മോശമാക്കി കാണിക്കാനുള്ള ചില ശ്രമങ്ങൾ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും പല രീതിയിലുള്ള അധിനിവേശ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നു. ഭീകര സംഘടനകളുടെ വലിയ തോതിലുള്ള ഇൻ്റർഫിയറൻസ് ഉണ്ടോ എന്ന് സംശയിക്കപ്പെടുന്ന ചോദ്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു രീതിയിലുള്ള സാങ്കേതിക തകരാറും ഉണ്ടായിട്ടില്ല എന്ന് പ്രഥമഘട്ടത്തിൽ വ്യക്തമാകുമ്പോൾ, കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല, വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു രീതിയിലുള്ള സംവിധാന പാകപ്പിഴയും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? 1 മിനിറ്റിനുള്ളിൽ 625 അടി ഉയരത്തിലേക്ക് വിമാനം പൊങ്ങുമ്പോൾ അത് പെട്ടെന്ന് എങ്ങനെയാണ് താഴേക്ക് നിലംപതിക്കുന്നത്, ഇത്രയധികം ആളപായം ഉണ്ടാകുന്നത്? ഇതിലെ ദുരൂഹതയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അന്വേഷണം, അത് കൃത്യമായി റോ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതിൻ്റെ ആവശ്യം, അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ ഇൻ്റർഫിയറൻസ് കൃത്യമായി ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം,
അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായും വിദേശ ഭീകര സംഘടനകളുടെ വലിയ തോതിലുള്ള ഇൻ്റർഫിയറൻസ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യം. കാരണം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചുട്ട മറുപടി കൊടുത്ത് ഈ രാജ്യം ഏറ്റവും വലിയ സെൽഫ് ഡിപ്പെൻഡൻറ്റ് കൺട്രിയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ വിശദീകരണം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ സമർപ്പിക്കുമ്പോൾ, ലോകരാജ്യങ്ങൾ ഇന്ത്യയെ വാഴ്ത്തുമ്പോൾ, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ സുഹൃത്തായി നടിക്കുമ്പോൾ അവരുടെ പിന്നിലും ചില ശക്തികളുണ്ടോ എന്ന സംശയം പലരും ചോദിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യ കൈവരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പോലും പ്രകീർത്തിക്കാത്ത വിദേശ രാജ്യ പത്രങ്ങൾ പലരും ഈ വാർത്ത ഏറ്റവും ഫ്രണ്ട് പേജിൽ ഹൈലൈറ്റ് ആയി കൊടുക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ അത് കൃത്യമായും, അതും ചില രാജ്യങ്ങൾ, ചൈന പോലുള്ള രാജ്യങ്ങളുടെ നീക്കങ്ങൾ സശ്രദ്ധം വീക്ഷിക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.